ആത്മകഥാ വിവാദത്തിനിടെ ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരും. വിവാദത്തിൽ വിശദീകരണം നൽകാൻ EP ജയരാജനും യോഗത്തിനെത്തും. ഗൂഢാലോചന അന്വേഷിക്കണമെന്നും EP യോഗത്തിൽ ആവശ്യപ്പെട്ടേക്കും. ഒരിടവേളയ്ക്ക് ശേഷം EP പങ്കെടുക്കുന്ന ആദ്യ സെക്രട്ടേറിയറ്റ് യോഗമെന്നതുമാണ് പ്രത്യേകത. ഉപതെരഞ്ഞെടുപ്പ് ദിവസം ആത്മകഥാ ബോംബ് പൊട്ടിയതിന്റെ നീറ്റൽ മാറും മുമ്പാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത്. LDF കൺവീനർ സ്ഥാനത്ത് നിന്നും നീക്കിയ ശേഷം ആദ്യമായി EP ജയരാജൻ യോഗത്തിനെത്തുന്നതും വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ. പുറത്തുവന്ന പരാമർശങ്ങൾ തന്റേതല്ലെന്ന് EP യോഗത്തിൽ വിശദീകരിക്കും. തന്നെ ലക്ഷ്യം വെച്ചുള്ള ഗൂഢാലോചന അന്വേഷിക്കണമെന്നും ആവശ്യപ്പെടും. എന്നാൽ പരസ്യമായി EPക്ക് പിന്തുണ നൽകുമ്പോഴും വിവാദങ്ങൾ ജയരാജൻ മനഃപൂർവ്വം സൃഷ്ടിച്ചതാണെന്ന സംശയത്തിലാണ് CPM സംസ്ഥാന നേതൃത്വം. സ്കൂൾ വിദ്യാഭ്യാസ കാലം മുതലുള്ള കാര്യങ്ങൾ ഇത്ര കൃത്യമായി മറ്റൊരാൾക്ക് എഴുതാൻ കഴിയുന്നതല്ലെന്ന ബോധ്യവും പാർട്ടിക്കുണ്ട്. പരാമർശങ്ങൾ EP-യുടേതാണെന്ന് ഉറപ്പുണ്ടെങ്കിലും ആത്മകഥാഭാഗങ്ങൾ പുറത്തുവന്ന വഴിയേതെന്ന കാര്യത്തിൽ വ്യക്തതയില്ലാത്തത് CPM-നെ കുഴയ്ക്കുന്നുണ്ട്. അതിനാൽ തന്നെ കരുതലോടെയാണ് നേതൃത്വം നീങ്ങുന്നത്. തൽക്കാലം ജയരാജൻ പറയുന്നത് അംഗീകരിക്കുന്ന നിലപാടാകും സ്വീകരിക്കുക. തെരഞ്ഞെടുപ്പ് കാലയളവിൽ വിഷയം കൂടുതൽ ചർച്ചയാകുന്ന സാഹചര്യം ഒഴിവാക്കുകയാണ് ലക്ഷ്യം. ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ വിവാദത്തിൽ വിശദ പരിശോധനയിലേക്ക് പാർട്ടി കടക്കുമെന്നാണ് സൂചന. EP ജയരാജനെതിരെ നടപടിയിലേക്ക് നീങ്ങാനും സാധ്യതയുണ്ട്. ഇത്രയും നാൾ CPM സംസ്ഥാന നേതൃത്വവുമായി അകന്നിരുന്ന EPക്ക് ഇനി അത്തരം നിലപാടുകൾ സ്വീകരിക്കാൻ കഴിയില്ലെന്നതും പാർട്ടി പറയുന്നതനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂവെന്നതും പുതിയ സാഹചര്യത്തിന്റെ സവിശേഷതയാണ്. ജനം, തിരുവനന്തപുരം.